അബുദാബിയിലെ വാഹനാപകടത്തിൽ 4 കുരുന്നുകളെ നഷ്ടപ്പെട്ട കുടുംബത്തിന്റെ സങ്കടത്തിൽ പങ്കുചേർന്ന പ്രവാസികളും ദുബായിലെ ഉന്നത ഉദ്യോഗസ്ഥരും. സങ്കടങ്ങൾ പൊറുക്കാൻ മനസ്സിന് കരുത്തു നൽകട്ടെയെന്ന് മക്കളെ നഷ്ടപ്പെട്ട പിതാവ് അബ്ദുൽ ലത്തീഫിനെ അവർ ആശ്വസിപ്പിച്ചു. ദുബായിലെ അൽവർക്ക ഗ്രാൻഡ് മോസ്കിലായിരുന്നു പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ. തകർന്ന കാലും തളർന്ന മനസ്സുമായി വീൽ ചെയറിലിരുന്ന അബ്ദുൽ ലത്തീഫിന്റെ കൈകൾ പിടിച്ച് ഓരോരുത്തരും നെറുകയിൽ ചുംബിച്ചു. ആർക്കും പറയാൻ വാക്കുകളുണ്ടായിരുന്നില്ല. സങ്കടങ്ങളുടെ മഹാകടലായി പ്രാർത്ഥന നിറഞ്ഞ മനസ്സോടെ അബ്ദുൽ ലത്തീഫ് എല്ലാവരെയും കേട്ടു. ഹത്തയിൽ ക്യാമ്പ് ചെയ്യാനായിരുന്നു നിശ്ചയിച്ചിരുന്നത്. മക്കളുടെ ആഗ്രഹം പരിഗണിച്ച് ഹത്തയിൽ നിന്നും ലിവയിലേക്ക് പോയി. അവിടെ നിന്നും ദുബായിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം. ഇതായിരുന്നു അബ്ദുൽ ലത്തീഫിന്റെ മുറിഞ്ഞുപോയ വാക്കുകൾ. അൽവർക്ക ഗ്രാൻഡ് മോസ്കിൽ രാവിലെയും വൈകിട്ടുമായിരുന്നു പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും അനുശോചനവും. ദുബായ് പോലീസ്, മുനിസിപ്പാലിറ്റി തുടങ്ങിയവയിലെ ഉന്നത ഉദ്യോഗസ്ഥർ പരിപാടിയിൽ പങ്കെടുത്ത് അബ്ദുൽ ലത്തീഫിനെ ആശ്വസിപ്പിച്ചു. വിവിധ മേഖലകളിൽ നിന്നുമുള്ള നിരവധി പ്രവാസികൾ ലത്തീഫിനെ ആശ്വസിപ്പിക്കാനും പ്രാർത്ഥനകളിൽ പങ്കാളികളാകാനും പള്ളിയിലെത്തി. അപകടത്തിൽ മക്കളായ അഷസ്, അമാർ, അസാം, അയാഷ് എന്നിവരെയാണ് ലത്തീഫിനും ഭാര്യ റുക്സാനയ്ക്കും നഷ്ടമായത്. ഗുരുതരമായി പരിക്കേറ്റ റുക്സാന അബുദാബിയിലെ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലാണ്. പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 10 വയസ്സുള്ള മകൾ ഇസാ ലത്തീഫ് ഇന്ന് ആശുപത്രി വിട്ടു. അപകടത്തിൽ മരിച്ച വീട്ടുജോലിക്കാരി ബുഷ്ര ഫയാസിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചാണ് സംസ്കരിച്ചത്. സുഹൃത്തുക്കളും ബന്ധുക്കളുമായി നിരവധി പേരാണ് ഇപ്പോഴും ഈ കുടുംബത്തിന് കരുത്തു പകരാൻ ആശ്വാസവാക്കുകളുമായി എത്തുന്നത്. മാതൃഭൂമി ന്യൂസ്, ദുബായ്.